സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. മാനവ സംസ്കാരത്തിന്റെ പ്രഥമവും പ്രധാനവുമായ അടിസ്ഥാന ശിലയാണ് സംഗീതം എന്ന ലളിതകല. സുശ്രാവ്യമായ ശബ്ദ സമൂഹം കൊണ്ട് ഉത്കൃഷ്ട വികാരങ്ങൾ ഉണർത്തി നീചചിന്തകളെ കഴുകിക്കളഞ്ഞ് ശുദ്ധമായ ആനന്ദത്തിലേക്ക് അത് മനുഷ്യ മനസ്സിനെ കൊണ്ടെത്തിക്കുന്നു. അതിൻ്റെ അവാച്യമായ അനുഭൂതിയിൽ നാം ദുഃഖങ്ങൾ മറക്കുന്നു. പക്ഷി മൃഗാദികൾ പോലും സംഗീതം നൽകുന്ന ആത്മവിസ്മൃതിയിൽ നിശ്ചലരായി പോകുന്നു. മൃഗവും ശിശുവും സർപ്പവും സംഗീതം അറിയുന്നു എന്ന അർത്ഥത്തിൽ പശുർവേത്തി ശിശുർവേത്തി വേത്തിഗാനരസം ഭണി എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. ഒരു നാടിന്റെ സംസ്കാരത്തിന്റെ മേന്മ അവിടെ സംഗീതം എത്ര ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നും പറയപ്പെടുന്നു. വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ ആലങ്കോട്ടുകാരൻ ഗോകുൽ എന്ന 9ാം ക്ലാസ്സുകാരൻ തന്റെ വയലിൻ കൊണ്ട് ഈ പഴമൊഴികളെയും തത്വവിചാരങ്ങളെയും എല്ലാം അന്വർത്ഥമാക്കുന്നു. വെല്ലിച്ചനും ഏട്ടനൊക്കെ ഇങ്ങനെ വായിക്കണ കാണാം. അപ്പം അങ്ങനെ അവർ വായിക്കണമെന്നിട്ട് വായിച്ചു നോക്കിയാലോ എന്നൊരു ചിന്ത 6-7 വയസ്സുള്ളപ്പോൾ തുടങ്ങിയിട്ട്. വയലിനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് കീർത്തനം എന്നല്ല, ഏത് കീർത്തനം വായിക്കാൻ പറ്റണം, ഏത് കീർത്തനം വായിച്ചിരിക്കണം എന്നാണ്. പാട്ടുകാരനെക്കാട്ടി കൂടുതൽ കീർത്തനങ്ങൾ അറിയേണ്ടതും, പിന്നെ പാട്ടുകാരനൊന്ന് പാടിക്കഴിഞ്ഞാൽ നമ്മൾ പാടാൻ പാടില്ല. അതല്ല, അയാൾക്ക് തെറ്റി കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഒരു കാര്യം കൂടിയാണ്. അതൊക്കെയാണ് വയലിനിസ്റ്റ്. ആദ്യം ബോ നന്നായിട്ട് നമ്മൾ ഇടാൻ പരിശ്രമിക്കുക, പിന്നെ സരളി വരിശ ജണ്ടവരി അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് തുടങ്ങി. കുറച്ച് വായിക്കാനൊക്കെ എത്തി കഴിഞ്ഞാൽ കീർത്തനം, ഗീതങ്ങൾ, വർണ്ണം എന്നൊക്കെ വെല്ലിച്ചൻ ഇങ്ങനെ പറയും പ്രാക്ടീസ് ചെയ്യാൻ. പിന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തെന്ന് വെച്ചാൽ ദേഷ്യം പിടിച്ചു. ഞാൻ അവൻ്റെ സുഹൃത്തുമാണ്, വല്യച്ഛനാണ്, ഗുരുവാണ്. ആ നിലയ്ക്കൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അവൻ്റെ അച്ഛനും അമ്മയും മ്യൂസിക് ടീച്ചേഴ്സാണ്. അപ്പോൾ അന്ന് അവർ സ്കൂളിൽ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ ഇങ്ങനെ വീട്ടിൽ കുട്ടികൾ വന്ന് പഠിച്ചു ചേർന്നു. അപ്പോൾ ഒരു ഹാർമോണിയം വീട്ടിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഹാർമോണിയം പൊതുവേ കുട്ടികളൊക്കെ തൊടുമ്പോൾ, ഇൻസ്ട്രുമെൻറ്റ് തൊടുമ്പോൾ കൈ തൊടല്ലേ, നീക്കൊക്കെ അത് കളിക്കാനുള്ളതല്ല എന്നൊക്കെ പറയും. അങ്ങനെ അതിനങ്ങനെ. അപ്പോൾ അതിനൊരു 2.5 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. 2.5 വയസ്സ് 3 വയസ്സ് കഷ്ടി ആവണുള്ളൂ. ഒരു ദിവസം ഞാനിങ്ങനെ ഒരു ഔട്ട്ഡോഴ്സ് ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ തറവാട്ടിൽ. അപ്പോൾ അവിടുന്ന് ഞാൻ എണീറ്റ് വരുമ്പോൾ ഇവൻ അതിൻ്റെ താഴത്തിരുന്നിട്ട് ഈ ഹാർമോണിയത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ പതുക്കെ ഒളിച്ചു നിന്നപ്പോൾ ഇവൻ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഈ വെള്ളവസ് ഇങ്ങനെ അടിക്കണമുണ്ട്. എന്നിട്ട് വായിക്കണത് എന്താ വെച്ചാൽ വന്ദേമാതരമാണ് വായിക്കണത്. വന്ദേമാതരം വായിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഇവനെ പിടിക്കണത്. ഇവന് സാധാരണ അല്ലല്ലോ ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ തപ്പിപ്പിടിച്ച് വന്ദേമാതരം ഇത് ചെറിയ കൈകൊണ്ട് ഇത് അടിക്കണമുണ്ട്, ബുദ്ധിമുട്ടിയിട്ട് ഇത് വായിക്കണം. അപ്പോൾ വന്ദേമാതരം വായിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഇവൻ ഇങ്ങനെയാണ് ചെയ്യണത്, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ ഒരു ചെറിയ കീബോർഡ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ അന്നിങ്ങനെ അന്നത്തെ ഒരു 10-12 വർഷമൊക്കെ മുമ്പുള്ള 11 വർഷം മുമ്പുള്ള സിനിമാ പാട്ടുകൾ അതിൽ വായിക്കും. അവന് കുറച്ച് മുതിർന്നപ്പോൾ ഞാൻ ഓരോ സ്വരം ഇങ്ങനെ ഓരോന്ന് പാടിയിട്ട് നമ്മൾ സ്വരം ചോദിക്കും. അപ്പോൾ ആ സ്വരം പറയാൻ തുടങ്ങി. സരിഗമപധനിസ ഈ സപ്തസ്വരങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഏത് സ്വരം കേട്ടാലും പറയാനായി. അപ്പോൾ വീട്ടിലൊരു സൈക്കിൾ അവന് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈക്കിളിന് ഒരു ഹോൺ ഉണ്ട്. നമ്മളത് അമർത്തിയ പേ എന്നുള്ളൊരു ശബ്ദം കേൾക്കാം. ഇവൻ അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ സൈക്കിളിൻ്റെ ഹോണിന് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവൻ അത് പിടിച്ചിട്ട് സരിഗമപധനിസ സനിധ മകരിസ തിരിച്ചു വായിക്കും. അത് തന്നെയല്ല, പ്രകൃതിയിലത്തെ ഏത് ശബ്ദത്തിനും സ്വരപ്പെടുത്താനുള്ള ഒരു സിദ്ധി, അതാണ് ഈ ദൈവാനുഗ്രഹം. അതങ്ങനെ കിട്ടാൻ വിഷമമാണ് പൊതുവെ.
അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ അവനായിട്ട് ബസ്സിൽ പോകുമ്പോൾ ആ ബസ് ഇങ്ങനെ പോകുമ്പോൾ അവൻ പറഞ്ഞു, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല, അവൻ പറഞ്ഞു, വല്യച്ഛ ഈ ബസ് ഇപ്പോൾ പോണത് ശുദ്ധഗാന്ധാരത്തിലാണ്. ശുദ്ധഗാന്ധാരം എന്നൊന്നും അവന് പറയുന്ന ശരിയില്ല. ഗാനമൂർത്തേ ശ്രീകൃഷ്ണ വേണുഗ, ആ ഗാന്ധാരത്തിലാണ് ബസ് പോകണമെന്ന് പറഞ്ഞു. അത് ഒരു ത്യാഗരാജസ്വാമികളുടെ ഒരു പ്രസിദ്ധമായ ഈ ഗാനമൂർത്തി രാഗത്തിലുള്ള, അപ്പോൾ അതിലൊരു ഗാന്ധാരം ഒരു പ്രത്യേക ഗാന്ധാരമാണ്, അതിലാണ്. അപ്പോൾ ബസ് സ്പീഡ് കുറയുമ്പോൾ അത് വേറെ സ്ഥലത്തിൽ വരും. അപ്പോൾ അതിലല്ല പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ കൗതുകം ഉണ്ടാക്കി. ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു വയലിനിസ്റ്റിനെ സംബന്ധിച്ചോളം ചിലപ്പോൾ ആ കച്ചേരിയിൽ ആ സമയത്തായിരിക്കുന്നത് എന്താ പാടുന്നത് ചിലപ്പോൾ ഒരു ധാരണയൊന്നും ആയിട്ടുണ്ടാവില്ല, രാഗത്തിൻ്റെ പേര് അറിയണ്ടാവില്ല. അപ്പോൾ അപ്പോഴൊക്കെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമില്ല. Papa Zani Pa Pani Baga Pani Zani Pa Ta 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 na Irisa na na Karne Ba ta na 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 Bajne Ba ta 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 na Papa Zani പിന്നെ ഒരു 5 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഇൻസ്ട്രുമെൻ്റ് വേറെ എനിക്ക് യു ശ്രീനിവാസനൊക്കെ ആയിരുന്നു മനസ്സിൽ. അപ്പോൾ ഇങ്ങനെ ആ തരത്തിൽ നമ്മൾക്കൊരു സ്വപ്നം കാണാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രത്യേക വയലിൻ മോഡലിനൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിയാലോ എന്ന് വരെ ചിന്തിച്ചതാണ്. പിന്നെ നമുക്കിപ്പോൾ ഏറ്റവും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്നത്, ഏറ്റവും അടുത്ത് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അത് തുടങ്ങാൻ പറ്റുന്ന വയലിനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാവിയിൽ എന്താ വെച്ചാൽ ആലോചിക്കാമെന്ന് വെച്ചാൽ വയലിൻ തുടങ്ങിയപ്പോൾ അവൻ എല്ലാം കൊണ്ടും വയലിൻ വായിക്കാനൊരു കൈ വേണം. അതും ദൈവാനുഗ്രഹം പോലെ അതിനാ കൈയുണ്ട്. പിന്നെ അതിൻ്റെ ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ ഇപ്പോൾ 10-100 കച്ചേരികളായി, ഇപ്പം കച്ചേരിയുടെ അടുത്തായി ഇപ്പം ചെയ്യാൻ പോകുന്നു. ഒരു സ്വപ്നത്തിന് പിറകെ ആണ് ഞങ്ങൾ. അതെന്തായാലും ദൈവം സഹായിച്ച് അത് അങ്ങനെ ആവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. വലിയ ഓരോ സ്റ്റെപ്പായിട്ടാണ് പഠിപ്പിക്കുക. ശരിയായില്ലെങ്കിൽ അത് മാത്രമായിട്ട് എടുക്കും, അങ്ങനെ വായിക്കും. ശരിയായ മാത്രം എടുക്കുക, കറക്റ്റായിട്ട് വായിക്കും. അങ്ങനെയൊക്കെ ഘട്ടായിട്ടാണ് വലിച്ചെടുക്കൽ. പതിമൂന്ന് വയസ്സിനുള്ളിൽ 100-ലേറെ കച്ചേരികൾ, അഹങ്കാരലേശമില്ലാത്ത ജീവിതം, ശ്രദ്ധാവിനയാദി സദ്ഗുണങ്ങൾ, വിട്ടുവീഴ്ചയില്ലാത്ത പരിശ്രമം, ചുറ്റുപാടും കേൾക്കുന്ന ശബ്ദങ്ങളിൽ നിന്നെല്ലാം സപ്തസ്വരങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള സവിശേഷമായ സാമർഥ്യം. തഞ്ചാവൂർ വടിവേലുവും ബാലുസ്വാമി ദീക്ഷിതരും കർണാടക സംഗീതത്തിന് പരിചയപ്പെടുത്തിയ വയലിൻ ഉപകരണങ്ങളുടെ രാജാവ് തന്നെയാണ് എന്ന ഉത്തമ ബോധ്യം. ഏത് ശ്രുതിയോടുകൂടിയ സ്വരവും പുറപ്പെടുവിക്കാനും എല്ലാ ഗമകങ്ങളും അനായാസമായി പ്രയോഗിക്കാനും കഴിയുമെന്ന ആത്മവിശ്വാസം. ആലങ്കോട്ട് ദേശത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും സംഗീതാധ്യാപകരായ ശൈലേഷ് കുമാറിന്റെയും ഗീതയുടെയും മകൻ ഗോകുലിനോടൊപ്പം ഉണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് എടപ്പള്ളി അജിത് കുമാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. വലിയ വായിക്കാൻ എളുപ്പമല്ല, കിങ് ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് ആണ്. ആൽഗുഡി സാറ്, ആൽഗുഡി ജയറാമൻ സാറ്, MS ഗോപാലകൃഷ്ണൻ, TN കൃഷ്ണൻ, പിന്നെ VV സുബ്രഹ്മണ്യം, ഇവരൊക്കെ മാസ്റ്റേഴ്സ്. വയലിൻ വാദനത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള, ഏറ്റവും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള 2 ശൈലികളാണ്. ഒന്ന് ലാൽഗുഡി ബാണി, ലാൽഗുഡി സ്റ്റൈലും, അതുപോലെ തന്നെ MSG ബാണി, പറവൂർ ശൈലി എന്ന് പറയും, MS ഗോപാലകൃഷ്ണൻ. ഈ രണ്ട് ശൈലിയുടെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഒരു വയലിനിസ്റ്റും ഇന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ 2 ശൈലികളും ധാരാളം കേൾക്കുകയും അതിൽ നിന്ന് അതിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളും സ്വാംശീകരിക്കുകയും ചെയ്തുകൊണ്ട് വളരെയധികം കച്ചേരികൾ കേൾക്കുകയും ഇതിനുവേണ്ടി എന്താ പറയുക
ഭയങ്കരമായിട്ട് അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഇത്രയും പെട്ടെന്ന് ഈ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വയലിനല്ലാതെ വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ തോന്നിയിട്ടില്ല. ചെറുതിൽ വായ്പാട്ട് ഇങ്ങനെ കുറച്ചായി നോക്കിയായിരുന്നു. പിന്നെ വായ്പാട്ടിലൂടെ വയലിലേക്ക് കയറുന്നു. സ്വരരാഗ സുധാ രസയുധ ഭക്തി സ്വരരാഗ സുധാ രസയുധ ഭക്തി. മെയിനായിട്ട് വയലിൻ തന്നെ. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അവിടെ ഏട്ടൻ്റെ മോൻ ഇത് ഗിറ്റാർ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഗിറ്റാറ് ചെറുതായിട്ട് നോക്കും, അതൊക്കെ വായിക്കാൻ ശ്രമിക്കും. അതുപോലെ മൃദംഗം, ഇത് വൈഫിൻ്റെ ആങ്ങളുടെ മോൻ എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ് സജി, മൃദംഗം ആർട്ടിസ്റ്റാണ്. അപ്പം മൃദംഗവും കൊട്ടി നോക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ചേട്ടനാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിനും കൊണ്ട് നടക്കുന്നതും. നമ്മളിപ്പോൾ ഈ സ്കൂളും കാര്യങ്ങളൊക്കെ ആയ കാരണം നമുക്ക് അതിൻ്റെ പിന്നാലെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും ഏട്ടൻ തന്നെയാണ് മുൻകൈയ്യുടെ. അത് പറയാതിരിക്കാൻ വയ്യ. പാരമ്പര്യം സംഗീത ലോകത്തെ എക്കാലത്തും ഒരു വലിയ ഘടകമായിരുന്നു. കുഞ്ഞുനാൾ തൊട്ടേ അതിരാവിലെ ചെവിയിൽ പതിഞ്ഞു തുടങ്ങുന്ന സ്വരരാഗ വിസ്താരങ്ങൾ മൂലമാവണം സംഗീത കുടുംബങ്ങൾ തന്നെ രൂപപ്പെടുന്നത്. ഗോകുലിന്റെ മുത്തച്ഛൻ മുതൽ ഇങ്ങോട്ട് അച്ഛൻ താവഴിയിലും അമ്മ താവഴിയിലുമായി പലരും ഗീത, വാദ്യ, നൃത്ത, പ്രൗര്യത്രികത്തിന്റെ പാതയിലാണ് ജീവിതം അനുഭവിക്കുന്നത്. സംഗീതം താൻ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ മാത്രമല്ല രക്തത്തിലും ഉള്ളതുകൊണ്ട് ഗോകുലിന് അതിന്റെ ഉപാസന, ഭക്തി, ധ്യാന വിനയങ്ങളോടെ ശ്രമരഹിതമായി നിർവഹിക്കാൻ സാധിക്കുന്നു. മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ മഹാപ്രതിഭകളെ മനസ്സാ ഗുരുവായി സ്മരിച്ച് ആരാധിക്കാനും അനുസരിക്കാനുമുള്ള ഗോകുലിന്റെ ശ്രദ്ധ അവനെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും. കല എന്ന് പറയുമ്പോൾ ശരിക്കും രണ്ട് കാര്യങ്ങൾ അതിന് അടിസ്ഥാനമാണ്. ഒന്ന് ദൈവാനുഗ്രഹവും അതുപോലെ തന്നെ കഠിനാധ്വാനവും. ഗോകുലിൻ്റെ ഫാമിലി തന്നെ കലാപരമായിട്ട് ദൈവാനുഗ്രഹവും കഠിനാധ്വാനവും ഒരുപോലെ സൂക്ഷിച്ച് പോകുന്ന ഒരു ഫാമിലിയാണ്. ഗോകുലിൻ്റെ ജ്യേഷ്ഠന്മാർ സജിൻലാൽ, പിന്നെ ശ്രീകുട്ടൻ വയലിൽ തന്നെയാണ്. സജിൻലാൽ ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന മൃദംഗം വായനക്കാരനാണ്. അങ്ങനെ പല കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. മക്കള് ഒരുവിധം എല്ലാവരും സംഗീതജ്ഞന്മാരാണ്. അതിലാണ് ഇപ്പൊ ഏറ്റവും വലിയ എല്ലാ ദുഃഖങ്ങളും മറന്ന് ജീവിക്കുന്നത്. ഇപ്പൊ ഈ പേരക്കുട്ടികളുടെ സംഗീതത്തോട് കൂടിയാണ് ഞാൻ. വേറെ ഒന്നുമില്ല അതില് കവിഞ്ഞ്. ഞങ്ങൾ ആലങ്കോട് എന്ന കലാഗ്രാമത്തിൻ്റെ ഭാവിയിലെ വാഗ്ദാനമായിട്ടുള്ള കുട്ടിയാണ് ഗോകുൽ. പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ, പ്രായത്തിൽ കവിഞ്ഞ ധ്യാനത്തോടെ വയലിൻ എന്ന ഉപകരണത്തെ കാണുകയും അതിൽ എത്രത്തോളം ലീനമായിരിക്കാമോ അത്രത്തോളം ലീനമായി സംഗീതത്തെ ഉപാസിക്കുന്ന ഒരു കുട്ടിയാണ് അവൻ. അവൻ്റെ വാദന ശൈലിയിൽ, സംഗീതം ആസ്വദിക്കുന്ന ശൈലിയിൽ അതിനെ അവൻ സമീപിക്കുകയും സ്വയം വ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന ശൈലിയിലൊക്കെ വലിയൊരു പ്രതീക്ഷയുടെ സ്വപ്നമുണ്ട്.
പെരുമാറ്റം വീട്ടിൽ പറയുമ്പോൾ പുലിയാണ്, പുറത്ത് പൂച്ചയാണ്. അങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറാൻ, അവരോടുമായിട്ടുള്ള ആ അത് കുറച്ച് കൂട്ടായിട്ട് കുറച്ച് കുറവാണ്. വീട്ടിലെല്ലാവരോട്ടും എല്ലാവരോടും വലിയ ഒരു പെരുമാറ്റത്തിൽ വളരെ ഒരു സജീവമാണ് വീട്ടിലെപ്പോഴും. പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല, ഒരു ആവറേജ് ആണ്. എന്നാലും ക്ലാസ്സിൽ അവൻ ഉണ്ടെന്നറിയില്ല, വളരെ സൈലൻ്റ് ആണ് ആള്. പിന്നെ കച്ചറയൊന്നുമില്ല, നല്ല കുട്ടിയാണ്. പുതിയ എന്താ പറയുക, അവനുണ്ടെന്ന് അറിയണമെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, ഗോകുലേ ഗോകുലേ നടക്കുന്നത് വിളിച്ച് വെക്കണം. പിന്നെ എന്താ പറയുക, ഒരു ചെറിയൊരു കഴിവുള്ള കുട്ടിയാണെങ്കിൽ എന്തായാലും ആ കുട്ടിക്ക് ഒരു അഹങ്കാരം ഉണ്ടാവും. പക്ഷേ ഈ കുട്ടിക്ക് അഹങ്കാരം എന്ന് പറയുന്നത് ഒട്ടുമില്ല, കുറച്ച് വേണമെന്ന് ഞാൻ വിചാരിക്കും. അത്രയും നല്ലൊരു കുട്ടിയാണ്, സ്നേഹവും വിനയവും. ഇത്രയുള്ളൊരു കുട്ടീനെ നമുക്ക് കാണാൻ പറ്റില്ല. తొలి జన్మమున జేయుదుడుకు రామ, తొలి జన్మమున జేయుదుడుకు రామ, తొలి జన్మమున జేయుదుడుకు తెలిసెను రామ, తొలి జన్మమున జేయుదుడుకు తెలిసెను రామ, తొలి జన్మ മുനജയുടുക്കു. വടിവേലു നാരായണസ്വാമി പിള്ള, മൈസൂർ ചൗടയ്യ, കുന്നക്കുടി വൈദ്യനാഥൻ, ലാൽകുടി ജയരാമൻ, MS ഗോപാലകൃഷ്ണൻ, TN കൃഷ്ണൻ, L സുബ്രഹ്മണ്യം, GJR കൃഷ്ണൻ എന്നിങ്ങനെ പ്രഖ്യാതരായ വയലിൻ വാദകരുടെ പരമ്പരയിലേക്ക് ആലങ്കോട് ഗോകുൽ കടന്നു വരുമ്പോൾ അന്നാട്ടുകാർക്ക് മാത്രമല്ല കേരളീയർക്കാകമാനം അഭിമാനിക്കാൻ ഏറെ വകയുണ്ട്. വിന്ധ്യനു തെക്ക് തമിഴ്, തെലുങ്ക്, കന്നഡ നാടുകൾക്കും തമിഴിന്റെ അയൽ ജില്ലയായ പാലക്കാടിനും പ്രാമുഖ്യമുള്ള ശാസ്ത്രീയ സംഗീതത്തിന്റെ അകത്തളത്തിലേക്ക് കടന്നിരിക്കാൻ ഒരു മലപ്പുറത്തുകാരൻ അബ്രാഹ്മണന് സാധിക്കുക എന്നത് തീർച്ചയായും ഒരു വലിയ ആരോഹണക്രിയ തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ മണ്ണ് സംസ്കാര സമ്പന്നമായി തീരണമെന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ ഒരു വെളിച്ചമാണ് ഗോകുലിൽ കാണുന്നത്. ഗോകുൽ ഇപ്പോൾ ആലങ്കോട്ടുകാരുടെ സ്വന്തമല്ല, അവൻ ഒരുപാട് സമ്മാനങ്ങൾ നേടി കേരളത്തിൽ അറിയപ്പെടുന്നു, ഇന്ത്യയിൽ അറിയപ്പെടും, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ പ്രതിഭയായിട്ട് കുട്ടി മാറും. ഈ പ്രായത്തിൽ ഏത് ശബ്ദം കേട്ടാലും അതിനെ സ്വരസംസ്കാരത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന വലിയ ജാഗ്രതായ ഒരു സംഗീത മനസ്സ് സൂക്ഷിക്കുന്ന എൻ്റെ ഗോകുലിനെ, ഈ നാടിൻ്റെ അഭിമാനത്തെ തീർച്ചയായും ഏറ്റവും നന്മ നിറഞ്ഞ പ്രാർത്ഥനകളോടുകൂടി അനുഗ്രഹിക്കാൻ എനിക്ക് അധികാരമില്ലെങ്കിലും പ്രാർത്ഥിക്കുക. ഏറ്റവും ഉയർന്നു പോകട്ടെ. അഹങ്കാരലേശമില്ലാത്ത മനുഷ്യ സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സംഗീതാനുഭവത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, വിശുദ്ധിയിലേക്ക് ഗോകുൽ വളരുന്നതിന് വേണ്ടി പ്രാർത്ഥനകളോടിരിക്കുന്ന ഒരു ജ്യേഷ്ഠനെന്നോ, വാസ്തവത്തിൽ ജ്യേഷ്ഠനല്ല, മകൻ്റെ സ്ഥാനമാണ്, ഒരു പിതാവെന്നോ ഒക്കെ കണക്കാക്കാവുന്ന ഒരാളാണ് ഞാൻ. ആരോടൊപ്പം വയലിൻ വായിക്കാനാണ് ഗോകുലിന് ആഗ്രഹം? അഭിഷേക് റഹ്റാം എന്നിട്ട് ഒരു പാട്ടുകാരുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒപ്പം വായിക്കണം ഒരാഗ്രഹം. അദ്ദേഹത്തിന് ഗോകുലിനെ അറിയാമോ? ഇല്ല. സംഗീതജ്ഞരെയും കവികളെയും ആദരിച്ചിരുത്താനും കരമൊഴിവാക്കി ഗ്രാമങ്ങൾ പതിച്ചു കൊടുക്കാനും മനസ്സും ശേഷിയും അധികാരവുമുള്ള രാജാക്കന്മാർ ഇന്നില്ല. ത്യാഗരാജസ്വാമികളെപ്പോലെ ഉപജീവനത്തിനായി ഉഞ്ചവൃത്തിയെ ആശ്രയിക്കാൻ പറ്റുന്ന കാലവുമല്ല ഇന്നുള്ളത്. ഇക്കാലത്തെ കലാകാരന് കലയിലുള്ള വൈഭവം കൊണ്ട് മാത്രം ജീവിക്കാനുമാവില്ലല്ലോ. ഉപരിവർഗത്തിനു വേണ്ടിയുള്ള കലയാവുമ്പോൾ പ്രത്യേകിച്ചും. കലാകാരൻ ആ വർഗത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരിക്കും. ഗോകുൽ അവയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. രണ്ടാളുണ്ട്, MSc ലാൽഗുഡി സാർ. MScയുടെ പെർഫെക്ഷൻ ഉണ്ട്, ലാൽഗുഡി സാറിൻ്റെ ഡീപ്നെസ്. ഓരോരുത്തർ ഓരോരുത്തരുടെ ശീലിനാണ് വായിക്കുന്നത്. അപ്പോൾ അതിൽ നല്ലത് നമുക്ക് പിടിച്ചെടുക്കാം, പ്രാക്ടീസ് ചെയ്ത് വായിക്കും.
അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. എന്താണ് ഗോകുലിൻ്റെ ലക്ഷ്യം? നല്ലൊരു വയലിനിസ്റ്റ് ആവുക, അതാണ് ആഗ്രഹം.